ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യർ പലതരക്കാരല്ലേ. ഞാൻ ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് പറയാം. അവർ വളരെ നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് ആകുന്നത് മിക്കവാറും മറ്റുള്ളവരുടെ കാര്യത്തിലായിരിക്കും. അവർ വളരെ ഡിസ്കറേജിങ് ആയിരിക്കും. നമ്മൾ വളരെ ആവേശത്തോടു കൂടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ പിടിച്ച് പുറകോട്ട് വലിക്കും. നമ്മളെ ഒരുപാട് ബ്ലോക്ക് ചെയ്യും. നമ്മുടെ സമയത്തിനും പണത്തിനും ഒക്കെ ഒരു വിലയും തരില്ല. എപ്പോഴും ഡോമിനൻ്റ് ആയിരിക്കും. നമ്മളെ അടക്കി ഭരിക്കും. അവരുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഏതറ്റവും വരെ അവർ പോകും. അവർക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പം അത് നടപ്പിലാക്കാൻ അവർ ഉപബോധ മനസ്സിൻ്റെ ആ ഒരു പവർ വരെ ഉപയോഗിക്കും. ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ വഴിക്കാക്കും. അതിനുവേണ്ടി അവരെന്ത് ത്യാഗവും സഹിക്കും കേട്ടോ. ചില പ്രസ്ഥാനങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, അവരുടെയൊക്കെ വീടുകളിൽ നിരന്തരം പോയി അവരെ ചില പ്രത്യേക ദിശയിലേക്ക് അവർ ചിന്തിപ്പിക്കും. ഇവർ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളൊരു പരിപാടി ചെയ്യും. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പം എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇവർ നമ്മളോട് സംസാരിച്ച് നമ്മളെ ആകെ കൺഫ്യൂസ്ഡ് ആക്കും. ചിലപ്പോൾ അവർ നമ്മളോട് എന്ത് പറയുമെന്നാ, കഴിഞ്ഞ ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, നമുക്കൊരു ദിവസം അവിടം വരെ പോകാമെന്ന്. അപ്പോൾ നമ്മൾ പറയും, അയ്യോ ഞാനത് ഓർക്കണില്ലല്ലോ, എന്നാ പറഞ്ഞത്? അല്ല, കഴിഞ്ഞ ഞായറാഴ്ച അവർ സമയം വരെ കൃത്യമായിട്ട് പറയും. എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞതെന്ന് വീണ്ടും ആവർത്തിക്കും. പലതവണ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ലേ? അതാണ് ഗ്യാസ് ലൈറ്റിംഗ്. നമുക്ക് നല്ല ഉറപ്പുള്ള കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് അവരാക്കും. അങ്ങനെ പല തന്ത്രങ്ങളും അവരുടെ കയ്യിലുണ്ടാവും. നമ്മൾ നന്നാകണമെന്നൊന്നും അവർക്കില്ല കേട്ടോ. അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം. വളരെ സെൽഫിഷ് ആയിരിക്കും അവർ. അപ്പോൾ നമ്മൾ അവരെ കയ്യിൽ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്ന് കണ്ടാൽ നമ്മളെ എങ്ങനെയെങ്കിലും പിടിച്ചു വലിച്ച് താഴെ ഇടാൻ നോക്കും. അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. ഈ ലക്ഷണങ്ങളുള്ള ആളുകളെ നമ്മൾ ടോക്സിക് പീപ്പിൾ എന്നാണ് പറയാറ്. ഇവരിങ്ങനെ ടോക്സിക് ആകാൻ കാരണം എന്താണെന്നോ, ഇവരുടെ ഈ രീതികൾ പ്രയോഗിക്കാൻ പറ്റിയ ആളുകൾ ഭൂമിയിലുള്ളത് കൊണ്ടാണ്. അതിൻ്റെ ചില തെളിവുകളല്ലേ. ചില ആളുകൾ നമ്മളോട് വന്ന് സങ്കടം പറയില്ലേ, അവരെന്നെ ഇങ്ങനെ പറ്റിച്ചു, അയാൾ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു, എനിക്ക് അർഹതപ്പെട്ടൊരു കാര്യമാണ്, അതെനിക്ക് കിട്ടിയില്ല, മറ്റേയാളത് കയ്യിലാക്കി, അയാൾ എന്നോട് സംസാരിച്ച രീതി എനിക്കൊട്ടും പിടിച്ചില്ല, പക്ഷെ ഞാനത് സഹിച്ചു. ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്താലും മിണ്ടാതെ സഹിക്കുന്ന കുറേ ആളുകളുമുണ്ട്. ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നവർക്കൊരു പ്രശ്നമുണ്ട്. ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ അവരിലേക്ക് ആകർഷിക്കുന്ന എന്തോ പ്രത്യേകതകൾ അവർക്കുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചൂഷണം ചെയ്യുന്നു എന്ന് പരാതിപ്പെടുമ്പോൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ആകർഷിക്കുന്ന എന്തോ ചില പ്രത്യേകതകൾ ഈ ചൂഷണം ചെയ്യപ്പെടുന്നവർക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് എക്സ്പ്ലോയിറ്റഡ് ആകുന്നവർക്കുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനെ അതിജീവിച്ച് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഈ ചൂഷണങ്ങൾ പലതും നടക്കില്ല. അതാണ് സത്യം. അപ്പോൾ വ്യക്തികളുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ ടോക്സിക് ആളുകളെ ആകർഷിക്കുന്നതെന്ന് നോക്കാം. നമ്പർ 1, അവർ വളരെ പീപ്പിൾ പ്ലീസിങ് ആയിരിക്കും. ആരെയും അവർ മുഷിപ്പിക്കില്ല. എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ആങ്സൈറ്റി എന്താണെന്നോ, ഞാനിങ്ങനെ ചെയ്യുന്നത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഇത് ടോക്സിക് ആളുകൾ നല്ലവണ്ണം മുതലെടുക്കുന്ന ഒരു കാര്യമാണ്. ഞാനങ്ങനെ കുറേ പേര് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളൊക്കെ ബലി കഴിച്ചുകൊണ്ട് തീർത്തും അന്യായമായ കാര്യങ്ങളോട് സഹകരിക്കേണ്ടി വരിക. അപ്പോൾ ടോക്സിക് ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ എല്ലാ ഇഷ്ടങ്ങളും നടപ്പിലാക്കും. അങ്ങനെ പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ളവരുടെ അടുത്ത് പ്രയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ടെക്നിക്ക് എന്താണെന്നോ, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. താൻ എൻ്റെ നല്ല സുഹൃത്താണെങ്കിൽ താൻ ഇങ്ങനെ ചെയ്തേനെ, താൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് വലിയ സങ്കടമാകും. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആളുകൾ അവർ പറയുന്നത് എന്താണോ അത് ചെയ്യാൻ തയ്യാറാകും. ഇനി രണ്ടാമത്തെ കാര്യം, ഇവരുടെ പണത്തിനും സമയത്തിനും വലിയ വാല്യൂ കൊടുക്കാറില്ല. വാല്യൂ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നോ, ഇത് രണ്ടും ഇവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ സമയത്തിനും പണത്തിനും മൂല്യമുണ്ടെന്ന് മറ്റുള്ളവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം. അപ്പം നമ്മുടെ സമയവും പണവും മൂല്യമുള്ളതാണെന്നുള്ള രീതിയിൽ തന്നെ പെരുമാറണം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നോ പറയാൻ പഠിക്കണം. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കുക, അതിൽ യാതൊരു തർക്കവും ഇല്ല. പക്ഷേ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാനിടയാകരുത്. എപ്പോഴും അവൈലബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, അത് ഉറപ്പാണ്. മൂന്നാമത്തെ കാര്യം, ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുന്ന ആളുകളാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇവർ അഭിപ്രായമൊന്നും തുറന്നു പറയില്ല. അതിനെ ഏറ്റവും പറ്റിയൊരു സ്ട്രാറ്റജി ആയിട്ട് അവർ കണക്കാക്കുന്നത് എന്താ? വിധേയത്വം. നമ്മൾ അവർ പറയുന്നത് അനുസരിച്ച് അങ്ങോട്ട് നിൽക്കുക, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. സത്യത്തിൽ നമ്മൾ ഈ പ്രശ്നങ്ങളെ ഇത്രയും ഭയപ്പെടണോ?
പ്രശ്നമുണ്ടായാലേ നമ്മൾ വളരൂ. പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രണ്ട് കൂട്ടരുടെയും അഭിപ്രായങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും. അപ്പോഴാണല്ലോ നമ്മൾ വേറെ വഴികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ വളരുന്നത്. അങ്ങനെ പ്രശ്നങ്ങളിലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ വളർച്ച എന്നേ മുരടിച്ചു പോയേനെ. ഇങ്ങനെയുള്ള ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഞാനൊരു കാര്യം പറഞ്ഞാൽ അവർ വ്യത്യസ്തമായ നിലപാടെടുക്കില്ല. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടത്താൻ അത് വളരെ എളുപ്പമായി. അങ്ങനെ അവരെ മറ്റുള്ളവർ സുഖമായിട്ട് ചൂഷണം ചെയ്യും. നാലാമത്തെ കാര്യം, ഇവർ വളരെ വിശ്വസ്തരായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നോ, അപ്പോൾ നമുക്ക് തെറ്റായ ഒരു കാര്യം അയാളെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ അയാൾ നമുക്ക് ഒരു വാക്ക് തന്നു കഴിഞ്ഞാൽ അയാളത് പാലിക്കും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമല്ലേ, തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് വോട്ടേഴ്സിന് പണം കൊടുത്ത് സ്വാധീനിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ശരിക്കും എന്നെ ഒരാൾ പണം തന്ന് സ്വാധീനിക്കുമ്പോൾ, വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യ സ്വഭാവമുള്ളതല്ലേ, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തൂടെ? പക്ഷെ ഞാനിങ്ങനെ വളരെ ലോയൽറ്റിയുള്ള ആളാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി അത് ചെയ്യും. അപ്പം മറ്റേയാൾക്ക് എന്നെ പണം തന്ന് സ്വാധീനിക്കാൻ എളുപ്പമായിട്ട് മാറും. ഇനി നമ്പർ 5, ഇവരെ എല്ലാവരെയും വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഇംഗ്ലീഷിൽ അതിനെ ഗള്ളിബിൾ എന്ന് പറയും. ആരെന്ത് പറഞ്ഞാലും ഇവർ വിശ്വസിക്കും. അങ്ങനെ എല്ലാം വിശ്വസിക്കുന്ന പാവങ്ങളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ മറ്റുള്ളവർ ചൂഷണം ചെയ്യില്ലേ? ഉറപ്പായിട്ടും. ഇംഗ്ലീഷിൽ ഷ്രൂഡ് എന്നൊരു വാക്കുണ്ട്. അത് ഗള്ളിബിൾ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ്. ഷ്രൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അപ്പടെ വിശ്വസിക്കില്ല. നമ്മൾ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടേതായ രീതിയിൽ അനലൈസ് ചെയ്ത് നമ്മുടേതായ നിഗമനങ്ങളിലെത്തും. എല്ലാവരും വിശ്വസിക്കുന്ന പ്രകൃതമാണെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വളരെ എളുപ്പമല്ലേ. ആറാമത്തെ കാര്യം, പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, സൽപ്പേര് രാമൻകുട്ടി. അങ്ങനെയുള്ള ചിലരുണ്ട് ഈ സൽപ്പേരിനോട് ഒരുപാട് താല്പര്യമുള്ളവർ. അപ്പോൾ എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ. എന്തെങ്കിലും ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ ആകെ സങ്കടമായി. ഇത്തരം സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. നല്ല പേര് പോയെങ്കിലോ എന്ന് വിചാരിച്ച് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും അവർ തയ്യാറാവും. അപ്പോൾ പിന്നെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾക്ക് സൗകര്യമായല്ലോ. ഏഴാമത്തെ കാര്യം, ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവർ ഡിപ്പെൻഡൻ്റ് ആണ്. എന്ത് കാര്യം ചെയ്യാനും ആരെങ്കിലും ഇവർക്ക് കൂടെ ഉണ്ടാവണം. ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ മറ്റുള്ളവർ അത് ഓക്കെ ആണെന്ന് പറഞ്ഞു കിട്ടണം. അത് ഒരാൾ രണ്ടാളല്ല, ഒരുപാട് പേരോട് ഇവർ ചോദിച്ച് നടന്ന് എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞാലേ അവർ ആ കാര്യം ചെയ്യൂ. ഈ രീതി ടോക്സിക് ആളുകൾക്ക് എത്ര സൗകര്യപ്രദമാണെന്നോ. അവർക്ക് പിന്നെ വളരെ സൗകര്യമായി. ഇവർ ഡിപ്പെൻഡൻ്റായി അവരുടെ കൂടെ കൂടിക്കോളും. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും പറ്റാത്തവർക്ക് മറ്റുള്ളവർ പറയുന്ന വഴിയിലൂടെ പോകാനല്ലേ പറ്റൂ. അപ്പോൾ ചൂഷണം ചെയ്യപ്പെടാൻ എന്തുമാത്രം സാധ്യതയുണ്ട്. അപ്പോൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ്. നമ്മൾ സ്ട്രോങ് ആകുക. ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മാർഗം അതാണ്. ചൂഷണം ചെയ്യപ്പെട്ട ശേഷം പരാതിപ്പെടുന്നതിനേക്കാൾ എത്രയോ അഭിമാനകരമാണല്ലേ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക. ടോക്സിക് ആളുകളെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതികളുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.